ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പരിപ്പും ചീരയും കൂടിയുള്ള ഒരു പെരട്ടിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കളറും ചീര എടുത്തിട്ടുണ്ട്, ചുവപ്പും അതുപോലെ തന്നെ പച്ചയും. ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം ഇതിൻ്റെ തണ്ട് ചെറുതായിട്ട് ഇതുപോലെ നുറുക്കിയെടുത്ത് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം. അതുപോലെ തന്നെ ചീരയും ഇതുപോലെ ചെറുതായി ഒന്ന് നുറുക്കിയിട്ട് മറ്റൊരു പാത്രത്തിലും മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പരിപ്പാണ്. സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പില്ലേ, അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ്. ഇതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. അതിനുശേഷം കുക്കറിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. കുക്കറിൽ പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം വെക്കാൻ. എന്നിട്ട് ആ ചീരയുടെ തണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് 2 വിസിലടുപ്പിച്ചിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഈ തണ്ടും പരിപ്പും നന്നായി വെന്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കേണ്ടത്. ചീര കാണുമ്പോൾ ഒരുപാടുള്ളതായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ ഇലയാണ്, വാടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇനി എല്ലാ ചീരയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒരു വിസിലടുപ്പിച്ച് ഒന്നും കൂടി വേവിച്ചെടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ടാണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. ചീരേൻ്റെ ഇല പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നാം, ഇതിൽ വെള്ളം വേണം. ഇനി ഇതൊന്ന് വേവുന്ന ഈ ഒരു സമയം കൊണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 പച്ചമുളകും 5 അല്ലി വെളുത്തുള്ളിയും എടുത്ത് കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ ഇത് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇല ഒന്ന് വാടി വന്നിട്ടേ ഉള്ളൂ. ഒന്നും കൂടി നന്നായിട്ട് വെന്ത് കിട്ടട്ടെ. അതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലുള്ള വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇല നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതുപോലെ ഈ തേങ്ങയുടെ അരപ്പിൽ ചില ആളുകൾ ജീരകം ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർക്കണമെന്നൊന്നുമില്ല. ഇനി ആ മിക്സിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളത്തിൻ്റെ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. ചോറിൽ കറിയാക്കി ഒഴിക്കാനാണ്. ഇനി ഇപ്പോൾ ഇത് തേങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുകും വേപ്പിൻ്റെ ഇലയും ഇട്ടൊന്ന് വറവിട്ട് കൊടുക്കാവുന്നതാണ്. അത് തികച്ചും ഓപ്ഷണൽ മാത്രമാണ്. ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തന്നെ ചോറിൻ്റെ കൂടെ ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.